ഹലോ ഗൈസ്, കുറേ ആളായി നമ്മളൊന്ന് FC മൊബൈൽ നിങ്ങളുടെ മുമ്പിലൊന്ന് എൻ്റെ അക്കൗണ്ട് കാണിച്ചു തരണം വിചാരിക്കുന്നു. എൻ്റെ അത്യാവശ്യമൊക്കെ നല്ല അക്കൗണ്ടാണ്, നല്ലൊരു അക്കൗണ്ടൊക്കെയാണ്, നല്ലൊരു അക്കൗണ്ടാണ്. അത്യാവശ്യം നല്ല പ്ലേയേഴ്സുള്ള FC മൊബൈലത്തെ അക്കൗണ്ട് എനിക്ക് നല്ല പ്ലേയേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ ഡയമണ്ട് വെച്ച് കറക്കിയ പ്ലേയേഴ്സ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ടോട്ടി ഓഫ് ദ ഇയർ വന്നപ്പോൾ ടോട്ടി 2026 വന്നപ്പോൾ നല്ല ലക്കാണ്. ഒരു FC ഡാഫ്റ്റ് വൗച്ചർ കറക്കിയ എല്ലാവർക്കും നല്ല നല്ല പ്ലേയേഴ്സിന് കിട്ടും. ഇതറിയാത്തവരുണ്ടെങ്കിൽ വേഗം FC മൊബൈൽ കയറ്റിക്കോ. ഇത് കഴിയാനൊന്ന് ചോദിച്ചാൽ ആയില്ല, കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. ഇത് കഴിയാനായിന്. ഞാൻ കറക്കിയിട്ടിരിക്കുക നല്ല പ്ലേയേഴ്സിനൊക്കെ കിട്ടീന്. അതൊക്കെ കാണിച്ചറിഞ്ഞ ഒന്ന് അക്കൗണ്ട്. ഗായ്സ്, അപ്പോൾ അക്കൗണ്ട് നല്ലൊരു അക്കൗണ്ടാണ്. അത്യാവശ്യം നല്ല കളക്ഷനുള്ള വിനീഷ്യസ് ഉണ്ട്, ഹാളൻഡ് ഉണ്ട്, റൊണാൾഡോ ഉണ്ട്, ആരൊക്കെ ഉണ്ട് കേട്ടോ, ആരൊക്കെ ഉണ്ട് നമ്മൾ കാണിച്ചാൽ 116 OVR ആണുള്ളത്. പാൾമർ ഉണ്ട് തോന്നുന്നു, പാൾമർ ഉണ്ടായിരുന്നു തോന്നുന്നു. റിവ്യൂ ഓഫ് ദ ഇയർ ഇതൊന്ന് നോക്കട്ടെ ഗൈസ്. ഇത് ഞാൻ ഇന്ന് വേറെ അക്കൗണ്ടിൽ നോക്കിയിരുന്നു, പക്ഷെ എന്താണെന്ന് മനസ്സിലായില്ല. ഒന്ന് കയറി നോക്കാം. November 36 days journey for ഗൈസ്, ഇതെന്താണ് മനസ്സിലായില്ല. ID ബാർസ റിപ്ലേ ഒന്നുമില്ല. ഞാൻ ഇതിൽ നെയ്യാണ്. ഡെയിലി പാക്സിലൊന്ന് പോവാം. ഞാനതൊക്കെ കറക്കി തീർത്തിൻ്റെ ഉള്ളത് 11,000 ഇതുണ്ട്. ഇപ്പോൾ ഗൈസിൻ്റെ അക്കൗണ്ട് കാണിച്ചാൽ ഞാനെൻ്റെ അക്കൗണ്ട് അത്യാവശ്യം നല്ല കാണിച്ചാൽ വിനീഷ്യസ്, സ്പെയിന്, ഡിയോ, ബെർണാർഡോ സിൽവ, കേനെ, കുയിട്ട്, എന്തോ ചിൽവെല്ല്, വാണ്ടി വെന്നെസ്റ്റ, ഡംഫ്രൈസ്, എന്തോ ബൗമാൻ, ഓവനുണ്ട്, മാർച്ചിസിയോ ഉണ്ട്, കിമ്മിച്ച് ഉണ്ട്, ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട്, ഹാളൻഡ് ഉണ്ട്, അൽവാർസ് ഉണ്ട്, ബാക്കോലുണ്ട്. അങ്ങനെ എല്ലാ പ്ലേയേഴ്സും ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാത്തിനും വിറ്റതാണ്, വിറ്റ് പൈസ ഉണ്ടാക്കിയ കേട്ടോ. സെല്ല് ചെയ്താൽ എല്ലാത്തിനും വിൽക്കാൻ കഴിയൂല. ഞാൻ കാണിച്ചു തരാം. നമുക്ക് വേണ്ടാത്ത പ്ലേയേഴ്സിനൊക്കെ ഇവിടെ പോയി ഇങ്ങനെ വിറ്റാൽ മതി. ഇതാ ഇങ്ങനെ നോക്കിയാൽ എക്സ്ചേഞ്ച് അടിച്ചാൽ മതി. പിന്നെ ഡീലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡീലത്ത് എക്സ്ചേഞ്ച് അടിക്കാം. പിന്നെ കോയൻ്റെ ഉണ്ട് കേട്ടോ. ഇതാ കോയൻ്റെ ഉണ്ട്. അപ്പോൾ ഇതും കാര്യങ്ങളുമാണ് നമ്മളെ അക്കൗണ്ട്. ടോട്ടി മിഡ്ഫീൽഡർ. ഞാൻ എൻ്റെ ഒരു കളി നിങ്ങൾ കാണിച്ചു തരാം. എൻ്റെ കളി കണ്ടോളൂ നിങ്ങൾ. ഞാനെല്ലാം കളിക്കുന്ന പ്ലെയറാണ്, അത്യാവശ്യം കളിക്കുന്നതാണ്. ഇതിൽ ഡെമ്പലയും ഇല്ല, എംബാപ്പെ ഇല്ല, യമാലും ഇല്ല, റാഫിനിയ, കെയ്നു, ലിവൻഡോസ്കി, മെസ്സി, ഹാളൻഡ്, സല, ഡിയോ, ക്രിസ്ത്യാനോ റൊണാൾഡോ, മാർട്ടീനോസ് ഉണ്ട്. പക്ഷേ വേറെ വേറെ അക്കൗണ്ടിലാണ് കേട്ടോ എല്ലാതും. ഓക്കെ, ഒന്ന് കളിക്കാം നമുക്ക്. ഗായ്സ്, ഞാൻ കളിക്കും കേട്ടോ. ഞാനൊന്ന് കളിക്കായിട്ടാണ്. ഞാൻ നല്ല പാസ്സൊക്കെ അടിച്ച് അസിസ്റ്റിൽ ഗോളാണ് ശ്രമിക്കൽ. ഗായ്സ്, ഗോൾ ബ്രോ, സേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടീം കീപ്പർ ഡിബ്രോയിൻ. ഓക്കെ, ഓ വാട്ട് എ ബെർണാർഡോ സിൽവ. കിട്ടുണ്ട്. ഓക്കെ,
കുറച്ച് നേരം ഓട്ടോനെ കൊണ്ട് കളിപ്പിക്കാം നമുക്ക്. മെഹക്ക് ഗ്രൗണ്ടിൻ്റെ സൗണ്ട് ഒന്ന് നോക്കണ്ട കേട്ടോ നിങ്ങൾ. വാട്ടേ സേവ് അത് ഞാൻ ഒരു ടീം പൊക്കി പറഞ്ഞു പോലെ സേവ് നല്ലതാണ്. ഓക്കെ 9 മിനിറ്റ് ഒരു ഗോൾ ഇടണം. ടൈം ഉണ്ടാവുമോ? ബെർണാഡോ ഗായ്സ് മാച്ച് കീപ്പർ നല്ല കീപ്പറാണ് കേട്ടോ. ഡിബ്രൂയിൻ ഉണ്ട്. ഡിബ്രൂയിന് ഗായ്സ് പെനാൽറ്റി ഉണ്ടാവുമോ? പെനാൽറ്റി ആക്കുന്ന ഇഷ്ടമാണ് എല്ലാവർക്കും, പക്ഷെ ഞാൻ ആക്കുന്നില്ല. നേരല്ല കേട്ടോ, നേരല്ലാന്നല്ല, നമുക്ക് ഫുഡ് കഴിച്ചാണ്, എന്നാലും നേരം അങ്ങനെയല്ല കേട്ടോ. ക്രിസ്ത്യാനോ റൊണാൾഡോ നെറ്റിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ട്. കൊയ്ത്ത് ക്രിസ്ത്യാനിയോ അപ്പം മെസ്സി ഫാണെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. റൊണാൾഡോ ഫാൻ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നെയ്മർ ഫാൻ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എംബാപ്പെ ഫാൻ ആണെങ്കിൽ എല്ലാവർക്കും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കാം. ഈ വീഡിയോ കാണാൻ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്തില്ല. ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്തോളി. ശനിയുമുണ്ട് ടൈം. ഒരു ഗോൾക്ക് അവർക്ക് വിട്ട് കൊടുക്കണോ? അല്ല ചിലപ്പോൾ ഇതായില്ലെങ്കിൽ പെനാൽറ്റി മുഞ്ചൂലേ, വേണ്ട. ഗോൾ. ഇതൊക്കെ ഈ പ്ലേയേഴ്സിനൊക്കെ എനിക്ക് ഇതിൽ കിട്ടിയതാണ്. ഓരോ പ്ലേയേഴ്സ് ഞാൻ മറ്റേ ഇതുണ്ട് കാണിച്ചു തരാം. ഷോട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഞാനൊരു മെസ്സി ഫാനാണ്. ഞാൻ മെസ്സി ഫാനാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമല്ല എംബാപ്പനോട്. എംബാപ്പ നല്ല കളിയാണ്, പ്രകടനത്തിന് നല്ല കാഴ്ചയൊക്കെയുണ്ട് കളിയിൽ. പക്ഷേ ബ്രസീലിൽ ചോദിക്കുകയാണ് ഞാൻ റാഫീഞ്ഞ തന്നെ പറയൂ. റാഫീഞ്ഞ നല്ല പ്ലെയറാണ്. ബലൻഡിയർ ശരിക്കും ഡെംബലക്ക് കൊടുക്കരുതായിരുന്നു. അത് ഗോൾ കോൺട്രിബ്യൂഷൻ ഡെംബലെക്കാട്ടിയും എല്ലാ പ്ലേയേഴ്സിനെക്കാട്ടിയും ഉള്ളത് നമ്മളെ റാഫീഞ്ഞക്കാണ്. അപ്പോൾ റാഫീൻ പിന്നെ 11 ഫിഫ ദ ബെസ്റ്റ് 11 നമ്മളെ റാഫീഞ്ഞയെ കാണില്ല. യമാലും ഡെംബലെയാണ് മുമ്പിൽ. എൻ്റെ ഒരു ബാർസ ഫാനായിട്ട് ആ യമാലിനെ മാറ്റിയിട്ട് അവിടെ റാഫീഞ്ഞനെ വെക്കണം. എന്നാൽ റാഫീഞ്ഞയും ഡെംബലയും ഉണ്ടായി പൊളിക്കും, നല്ലൊരു കളിക്കും, ഒരു നല്ല പ്രകടന കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ ഓലെ രണ്ടാളേലും നല്ല കാഴ്ചവെക്കുന്ന കളി ബ്രസീലിൻ്റെ പ്ലെയറായ റാഫീഞ്ഞയാണ്. നല്ല പ്ലെയറാണ്, കാഴ്ചവെക്കുന്നത്. ഇത് ഇന്ന് കുറച്ച് മുമ്പ് നടന്ന
സൂപ്പർ കപ്പിൽ 3-2 പൊട്ടിച്ചിന്. അതും കൊട്ടുവഞ്ച പോസ്റ്റിക്ക് 2 ഗോള് റാഫീനിൻ്റെ കാലിലുണ്ടായിരുന്നു. റാഫീന് സീനാണ് ഗൈസ്. റാഫീനെ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യേ. അപ്പം അത്രയേ ഉള്ളൂ. വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.